മലപ്പുറം ജില്ലയിലോ പാണ്ടിക്കാട് എന്ന് പറയുന്ന പ്രദേശത്തോ അശ്മിൽ ഡാലിസ് എന്ന് പറയുന്ന പൊന്നുമോൻ അല്ലാഹുവേ പടച്ച റബ്ബേ നിപ്പ എന്ന് പറയുന്ന വൈറസ് ബാധിച്ചിട്ട് ലോകത്തോട് വിട പറഞ്ഞല്ലോ. പടച്ച തമ്പുരാനെ കേരളത്തിന്റെ ടീമിന് വേണ്ടിയിട്ട് ബ്യൂട്ടിടണമെന്ന് ആഗ്രഹം തന്റെ ഹൃദയത്തോട് കൊണ്ട് നടന്ന പൊന്നുമോനോ അല്ലാഹുവേ പടച്ച റബ്ബേ എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവ് ആയിരുന്ന ഒരു പൊന്നുമോനോ അല്ലാഹ് മാതാപിതാക്കളെ എങ്ങനെ സഹിക്കും അല്ലാഹ്, ആ മാതാപിതാക്കളെ എങ്ങനെ സഹിക്കും അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ ആ കൂട്ടുകാർക്ക് വിഷമമുണ്ടോ? പടച്ച റബ്ബേ മാതാപിതാക്കൾക്ക് വിഷമമുണ്ടോ? അയൽവാസികൾക്ക് വിഷമമുണ്ടോ? പടച്ച റബ്ബേ അന്നത്തെ ദിവസം ഈ വാർത്ത ഇങ്ങനെ വായിച്ചപ്പോ അല്ലാഹുവേ കണ്ണറിയാതെ നിറഞ്ഞു പോയി അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ എന്നിരുന്നാലും മനസ്സിനകത്ത് പടച്ച തമ്പുരാനോട് നമുക്ക് ആ പൊന്നുമോന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ആ പൊന്നുമോന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. പടച്ച റബ്ബേ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടുന്ന് സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, യാ സ്വഹാബാ ശഹീദീങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത്? ശഹീദീങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അവിടുന്ന് സ്വഹാബത്ത് പറയുന്നുണ്ട്, നബിയേ ഞങ്ങൾ വിചാരിച്ചത് അള്ളാന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ടോ പടച്ച റബ്ബേ യുദ്ധം ചെയ്തിട്ട് സ്വഹാബത്ത് ഷഹീദായവരുണ്ടല്ലോ, അവരാണല്ലോ സ്വഹാബ്, അവരാണല്ലോ ഷഹീദ്, അവരാണല്ലോ ഷഹീദീങ്ങള് എന്നവിടുന്ന് സ്വഹാബത്തിനോട് പടച്ച റബ്ബേ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോ റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ എന്റെ ഉമ്മത്തീങ്ങളിൽ ഷഹീദീങ്ങളുണ്ടോ? എന്റെ ഉമ്മത്തീങ്ങൾ ഷഹീദീങ്ങളുണ്ടോ? അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, എന്റെ ഉമ്മത്തിലെ ഷഹീദ് പകർച്ചവ്യാധി വന്നിട്ടോ, പ്ലേഗ് വന്നിട്ടോ, പകർച്ചവ്യാധി വന്നിട്ട് ആരാണ് മരണപ്പെടുന്നത്? ഉദര സംബന്ധമായ രോഗങ്ങളിലൂടെ പടച്ച റബ്ബേ ആരാണ് മരണപ്പെടുന്നത്? മുങ്ങി മരിച്ചവരാരാ? ഇവരെല്ലാം നാളെ ആഖിറത്തിലെ ഷഹീദീങ്ങളാ. ഇവരെല്ലാം നാളെ ആഖിറത്തിലെ ഷഹീദീങ്ങളാണ്. ബന്ധു മരിച്ചവരൊക്കെ പടച്ച റബ്ബേ നാളെ പടച്ച തമ്പുരാന് ആഖിറത്തിലെ ഷഹീദിന്റെ പ്രതിഫലം ഉണ്ടെന്നോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അശ്മിൽ മോന് ഷഹീദിന്റെ പട്ടം ലഭിച്ചിട്ടാ കടന്നുപോയതോ? ഷഹീദിന്റെ പട്ടം ലഭിച്ചിട്ടാ കടന്നുപോയതോ? പടച്ച റബ്ബേ ലോകത്തിന്റെ മുമ്പിൽ ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ലല്ലോ. 14 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 14 വയസ്സല്ലേ ആയിട്ടുള്ളൂ. പടച്ച റബ്ബേ ഉമ്മാന്റെ സ്നേഹം കിട്ടിയിട്ട് കൊതി തീർന്നിട്ടില്ല, പപ്പാന്റെ സ്നേഹം കിട്ടിയിട്ട് കൊതി തീർന്നിട്ടില്ല, കൂടെ പിറപ്പുകളോടൊപ്പം ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല, തന്റെ കൂട്ടുകാരോടൊപ്പം പടച്ച റബ്ബേ അവരോടൊപ്പം കളിച്ചിട്ട് അവരോടൊപ്പം സ്നേഹത്തോടെ നടന്നിട്ട് കൊതി തീർന്നിട്ടില്ല. അതിന്റെ മുമ്പ് പടച്ച തമ്പുരാനങ്ങ് വിളിച്ചു കൊണ്ടുപോയല്ലോ. അതിന്റെ മുമ്പ് പടച്ച തമ്പുരാന പൊന്നുമോനെ വിളിച്ചു പോയല്ലോ. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, നീ മർഹമത്ത് കൊടുക്കണേ അല്ലാ. ആ മാതാപിതാക്കൾക്ക് തന്റെ പൊന്നുമോനെ കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല അല്ലാ, അവർക്ക് മനസ്സിന് സമാധാനം കൊടുക്കണേ അല്ലാ. അവസാന സമയത്ത് പടച്ച റബ്ബേ ഒരു ഉമ്മാന്റെ വാപ്പാന്റെ കയ്യിൽ കിടന്നിട്ടോ ഒരു മുത്തം പോലും കൊടുക്കാൻ കഴിയാതെ ഇന്ന് 6 അടി മണ്ണിലാ പൊന്നുമോന് കിടക്കുകയാണ്. 6 അടി മണ്ണിലാ പൊന്നുമോന് കിടക്കുകയാണ്. പടച്ച റബ്ബേ കാണുമ്പോ വിഷമം തോന്നുകയാണ് അല്ലാ, കേൾക്കുമ്പോ വിഷമം തോന്നുകയാണ് അല്ലാ. പടച്ച റബ്ബേ മറുഭാഗത്തതാ അല്ലാഹുവേ പ്രിയപ്പെട്ട സഹോദരന് മണ്ണിനടിയിലാ.
അല്ലാഹുവേ പടച്ച റബ്ബേ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മണ്ണിനടിയിലാണ് റബ്ബേ പല പല സൂചനകളും ഇങ്ങനെ ലഭിച്ചു കൊണ്ടിരിക്കുകയാണോ പല പല സൂചനകളും ഇങ്ങനെ മണ്ണിനടിയിലുണ്ട് പല സൂചനകൾ ഇങ്ങനെ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാ ആ ചെറുപ്പക്കാരനെ നീ കാണിച്ചു കൊടുക്ക് അല്ലാ നീ കാണിച്ചു കൊടുക്ക് അല്ലാ അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളിൽ ഒരാൾക്കും ഇതുപോലത്തെ അവസ്ഥ തരല്ല റബ്ബേ ഞങ്ങളുടെ മക്കള് പല ആളുകളുടെ ഭർത്താക്കന്മാര് സഹോദരങ്ങള് പടച്ച റബ്ബേ കൂട്ടുകാരൊക്കെ ഇന്ന് വാഹനം ഓടിക്കുന്നവരാണ് അല്ലാ പല പല യാത്രകൾ നടത്തുന്നവരാണ് പടച്ച റബ്ബേ ഒരാളെയും നീ അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ വിഷമിപ്പിക്കല്ല അല്ലാ വേദനിപ്പിക്കല്ല അല്ലാ പടച്ച തമ്പുരാനെ ഞങ്ങളുടെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ എല്ലാ ദിവസവും 2:30 നമ്മുടെ മജ്‌ലിസിലേക്ക് കടന്നു വന്നിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് അല്ലാഹു തആല ഖൈറും ബറകത്തും അല്ലാഹു നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ